ബി.ജെ.പിക്ക് നേരത്തെ നിഷാദ് പറഞ്ഞ പോലെ ലോങ് ടേം പ്ലാൻ ഉണ്ട് ദിവ്യ. ആ പ്ലാൻ നടപ്പിലാക്കാൻ പക്ഷെ അവർ കാത്തിരിക്കാനൊന്നും ഇപ്പോൾ തയ്യാറില്ല. കാരണം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തി 2/3 ഭൂരിപക്ഷമൊക്കെ സ്വന്തമാക്കി കാര്യങ്ങൾ നടത്തിയെടുക്കാനൊന്നും അവരിപ്പോൾ ആലോചിക്കുന്നില്ല. വേഗത്തിൽ പരിപാടി തീർക്കണം അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം UP തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ഡീലിമിറ്റേഷൻ ബിൽ അല്ലെങ്കിൽ ആ പ്രോസസ്സിലേക്ക് കടക്കണം. അതിനാവശ്യമായി എന്ത് ചെയ്യാൻ കഴിയും എന്നിടത്ത് നിന്നാണ് ഇപ്പോൾ തൃണമൂലിൽ ചെയ്തത്. അതേ രീതിയിൽ തന്നെ ശാസ്ത്രീയമായി പിളർപ്പുണ്ടാക്കിയാണ് ഇപ്പോൾ ശിവസേനയിലെ ഉദ്ധവ് വിഭാഗത്തിലും ചെയ്യുന്നത്. കാരണം ആകെ 9 MP നിന്ന് 6-7 പേരെ എന്ത് ചെയ്യുന്നു, കൊണ്ടുവരാൻ കഴിയും. അതോടുകൂടി എന്ത് സംഭവിക്കുന്നു, ഈ കൂറുമാറ്റ നിരോധന നിയമം ഒന്നും ബാധകമല്ലാതാവും. കാരണം 3-ൽ 2 ഒരു ഭാഗത്താണെങ്കിൽ പിന്നെ അത് ബാധകമല്ലല്ലോ ആ നിയമം. അപ്പം ഇങ്ങനെ കൃത്യമായി അതിനെല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ട്. ഇപ്പം മറുപക്ഷത്ത് നിന്ന് ഉന്നയിക്കപ്പെടുന്ന ആരോപണം എന്താ, ഈ MP-മാർക്ക് 15 കോടി രൂപ വീതമാണ് 15 മുതൽ 50 കോടി വരെയൊക്കെ വാഗ്ദാനം ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നതെന്നാണ് സഞ്ജയ് റൌത്ത് എക്സിൽ കുറിച്ചിരിക്കുന്നത്. ആ രീതിയിലാണ് എല്ലാത്തിനും ഓഫർ പ്രൈസിലാണ് ഇപ്പൊ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അങ്ങനെ ഓഫർ പ്രൈസിൽ ആളെ എടുത്തുകൊണ്ട് പോകുന്ന പരിപാടിയാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം അടുത്ത സമാജ്വാദി പാർട്ടിയാണ്, അഖിലേഷ് യാദവ് അത് നിഷേധിച്ചിട്ടൊക്കെ ഉണ്ട്, ഞങ്ങളുടെ കൂടെയുള്ളവരാരും പോകില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും സംഭവിക്കാൻ പോകുന്ന ഇതൊക്കെ തന്നെയായിരിക്കും. അതിനെ തടഞ്ഞു നിർത്താൻ SP-ക്കും എത്രമാത്രം കഴിയും എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. ഏതായാലും BJP അവരുടെ തന്ത്രങ്ങൾ വളരെ കൃത്യമായി പയറ്റുന്നു. UP തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവർ ഡീലിമിറ്റേഷൻ അവരുദ്ദേശിക്കുന്ന രീതിയിൽ നടത്താൻ കഴിയുന്ന രീതിയിൽ ഈ രാജ്യത്തെ എത്തിക്കാനുള്ള തീവ്രമായ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ഈ രീതിയിലൊന്നും പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന് പ്രതിരോധിക്കാനും കഴിയുമെന്നൊന്നും നമുക്ക് കണക്കൂട്ടാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ രാജ്യം നേരിടുന്നത്.